വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന റോ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മെക്കാനിസം ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ റോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രിൻസിക് മെക്കാനിസം എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. റോ ഡിപ്പെൻഡൻറ്റ് മെക്കാനിസം എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പ്ലാന്റ് സാപ്പിയൻസ് നിങ്ങളുടെ HSST ബോട്ടണി MSc ബോട്ടണി ആസ്പയർ ആയിട്ടുള്ള ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. റോ ഡിപ്പെൻഡൻറ്റ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് റെഡ് സൈറ്റ്, രണ്ടാമത്തത് റോ പ്രോട്ടീൻ. അപ്പോൾ ഈ ഒരു റെഡ് സൈറ്റ് എന്താണ്, ഏത് റീജിയൻ ആണ്? ഈ ഒരു റെഡ് സൈറ്റിൻ്റെ എക്സ്പാൻഷനാണ് റോ യൂട്ടിലൈസേഷൻ സൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു mRNA-യിൽ കാണാം, നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ വഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന mRNA-യുടെ 5' ടെയിൽ ആ ഒരു റീജിയനിൽ കാണുന്ന ആൾക്കാരാണ് റെഡ് സൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു റെഡ് സൈറ്റിലും കൂടുതലും സൈറ്റോസിൻ ആണ് ഉണ്ടായിരിക്കുക. ഗ്വാനിൻ്റെ അളവ് വളരെ കുറവാണ്, ഒരു 50% താഴെയൊക്കെ ഗ്വാനിൻ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇനി എന്താണ് റോ പ്രോട്ടീൻ? റോ പ്രോട്ടീൻ എന്ന് പറയുന്നത് റെഡ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന ഒരു തരം പ്രോട്ടീനാണ്, ഒരു ഹെക്സാമറിക് പ്രോട്ടീനാണ്. അതായത് 6 സബ് യൂണിറ്റ് ഉള്ള ഒരു പ്രോട്ടീനാണ്. അതിനൊരു N ടെർമിനലും ഒരു C ടെർമിനലും ഉണ്ടായിരിക്കും. ഈ ഒരു റോ പ്രോട്ടീൻ്റെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് എനർജി ആവശ്യമാണ്. അതിനവ ATP ഹൈഡ്രോളിസിസ് ചെയ്തിട്ടുള്ള എനർജിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ പ്രോസസ്സിലോട്ട് പോകാം. ഇപ്പോൾ ഒരു പിക്ചറിൽ ഇതാ RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്തു, ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് mRNA സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ, ഈ ആ ഒരു ടെർമിനേഷൻ സൈറ്റ് എത്തി. ടെർമിനേഷൻ സൈറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആകണം. ഈ ഒരു സമയമാകുമ്പോൾ നമ്മളുടെ റെഡ് സൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ കൂടുതലും C ആണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്, ബാക്കി ഗ്വാനിനും അഡിനും ഒക്കെ കുറവാണ്. അപ്പോൾ ഇതാണ് റെഡ് സൈറ്റ്. അപ്പോൾ ഈ ഒരു റെഡ് സൈറ്റിലേക്ക് നമ്മളുടെ ആര് വരികയാണ്? ഈ ഒരു സ്ട്രക്ചറാണ് റോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന സ്മോൾ ആയിട്ടുള്ള ബോൾ പോലെയുള്ള സ്ട്രക്ചറാണ് N ടെർമിനൽ. താഴെ കുറച്ചുകൂടി ഇലാങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസ്, കുറച്ചുകൂടി ലാർജ് ആയിട്ടുള്ള സെല്ലാണ് C ടെർമിനൽ എന്ന് പറയുന്നത്. മുകളിൽ N ടെർമിനലും താഴെ C ടെർമിനലും ആയിരിക്കും. ഈ ഒരു റോ പ്രോട്ടീൻ്റെ ആക്ടിവിറ്റി ഒരു ക്ലാമ്പ് പ്രോട്ടീനാണ്. ആക്ച്വലി ഹെലിക്കേസിൻ്റെ അതേ ആക്ടിവിറ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു കൈ വിരലാണ് നമ്മളുടെ RNA എങ്കിൽ ആ RNA-യിൽ നമ്മൾ മോതിരം ഇടൂലേ, അതേപോലെയാണ് ഇവരുടെ ആക്ടിവിറ്റി. ഈ ഒരു റിങ് ഇവയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയാണ്. ഫസ്റ്റ് ഈ ഒരു ടെർമിനേഷൻ സൈറ്റ് എത്തിക്കഴിഞ്ഞാൽ റെഡ് സൈറ്റിൽ പോയിട്ട് ആര് ബൈൻഡ് ചെയ്യാണ്? നമ്മുടെ റെഡ് റോ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യാണ്. ഓക്കെ, ബൈൻഡ് ചെയ്യാല്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയതിന് ശേഷം മുകളിലോട്ടേക്കാവും മൂവ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ടെർമിനേഷൻ സൈറ്റ്. ഇവിടെ വെച്ചിട്ട് നമുക്ക് mRNA സിന്തസിസ് അവസാനിപ്പിക്കണം. അപ്പോൾ അവിടെ റോ പ്രോട്ടീൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതെന്ന് വെച്ചാൽ ഹെലിക്കേസ് ആക്ടിവിറ്റിയിൽ, അപ്പോൾ നമ്മൾ ഒരു പെൻസിൽ വെച്ചിട്ട് ഞാൻ വരക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ DNA ടെംപ്ലേറ്റ്. ഈ DNA ടെംപ്ലേറ്റിലൂടെ നമ്മുടെ mRNA ഇങ്ങനെ സിന്തസൈസ് ചെയ്ത് ഇവിടെ എത്തി, ഇവിടെ ടെർമിനേഷൻ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്ട്രക്ചർ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെയാണ് വരക്കുന്നത്. ഇതാണ് നമ്മുടെ റോ പ്രോട്ടീൻ. റോ പ്രോട്ടീൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് ടെർമിനേഷൻ സൈറ്റിൽ നമ്മളുടെ റോ പ്രോട്ടീൻ ടെർമിനേഷൻ സൈറ്റിലെത്തി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള നൈട്രജൻ ബേസസ് ബ്രേക്ക് ആകുകയാണ്. ഓക്കെ, അതായത് ഓരോ സ്ഥലത്തേക്കും ഈ റോ പ്രോട്ടീൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് RNA എന്ന് പറയുന്നത് DNA-യിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് വരികയാണ്. അതായത് ഈ ഒരു പിക്ചറിൽ കൊടുത്താൽ ഇവിടെ ഇപ്പം ബൈൻഡ് ചെയ്തിട്ടാണല്ലേ, DNA ടെംപ്ലേറ്റും RNA ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ റോ പ്രോട്ടീൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ നൈട്രജൻ ബേസസ് തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആകും. ഓക്കെ, അങ്ങനെ ബ്രേക്കായി റോ പ്രോട്ടീൻ ഇതിലൂടെ മൂവ് ചെയ്ത് ഫുൾ ഇവിടുന്ന് പുറത്തേക്ക് എത്തുന്നത് വരെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ mRNA കംപ്ലീറ്റ്ലി DNA-യിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പുറത്തോട്ടേക്ക് വരും. അപ്പം അങ്ങനെ mRNA നമുക്ക് റിലീസായി കിട്ടും. ഇതാണ് റോ എന്ന് പറയുന്ന പ്രോട്ടീൻ, ഒരു ക്ലാമ്പ് പോലെ പ്രവർത്തിക്കുന്ന ഹെലിക്കേസിൻ്റെ ആക്ടിവിറ്റി ഉള്ള, അതായത് 2 നൈട്രജൻ ബേസസ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് റോ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത്.